+1 exam package part 31. Question number 132. Carnot cycle is called a constant temperature cycle. Why? കാർനോട്ട് സൈക്കിള് ഒരു പാരലോഗ്രാം പോലെ, ഞാൻ വളഞ്ഞ സൈഡ്സുള്ള പാരലോഗ്രാം പോലെ ഉള്ള ഗ്രാഫ് അല്ല, അവിടെ നടക്കുന്ന 4 പ്രോസസ്സ്: ഐസോതേർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതേർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സും കൂടെ ചെയ്യുമ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അത് ഞാൻ കാർനോട്ട് സൈക്കിൾ എന്ന് പറയാം. അതൊരു കോൺസ്റ്റൻറ്റ് സൈക്കിൾ എന്നാണ് വിളിക്കുക. വൈ? കാരണം working substance absorbs heat at constant temperature T1, that of the source, and rejects heat at constant temperature that is equal to the temperature of the sink or cold body. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതും ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതും ഓരോ കോൺസ്റ്റൻറ്റ് ടെമ്പറച്ചറിലാണ്. സോഴ്സിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നതും അത് സോഴ്സിൻ്റെ ടെമ്പറച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉള്ള ആ പ്രോസസ്സിൽ കൂടെ ഐസോതേർമൽ പ്രോസസ്സ്. സിങ്കിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് ഒരു ഐസോതേർമൽ ടെമ്പറച്ചർ കോൺസ്റ്റൻറ്റ്. സോഴ്സിൻ്റെ ടെമ്പറച്ചർ നടത്തുന്ന പ്രക്രിയ, റിജക്ഷൻ നടക്കുന്നത് സിങ്കിൻ്റെ ടെമ്പറച്ചർ. അപ്പോൾ ആൻസർ എഴുതേണ്ടത് എന്താ? ഇൻ കാർനോട്ട് സൈക്കിൾ the working substance absorbs heat at constant temperature of the source and rejects heat at the constant temperature of the sink. Is the reason? അതല്ലേ ഇങ്ങനെയും പറയാം. In Carnot cycle, heat is absorbed during an isothermal process and heat is rejected by another isothermal process. For this reason, cycle is called constant temperature cycle. അങ്ങനെയും പറയാം. Number 133. Draw the energy flow diagram of Carnot heat engine. Write the formula for efficiency. ഈ എനർജി ഫ്ലോ ഡയഗ്രം എന്ന് പറയുമ്പോൾ ഇതാ: ഹോട്ട് ബോഡി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T1 കെൽവിൻ, ഇതാ സോഴ്സ്, ഇത് വർക്കിംഗ് സബ്സ്റ്റൻസ്, ഐഡിയൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത് സിലിണ്ടർ പിസ്റ്റൺ സിസ്റ്റം ഒക്കെയാണ്. സിലിണ്ടർ പിസ്റ്റൺ സിസ്റ്റം അതൊന്നും കാണിക്കണമെങ്കിൽ കാണിച്ച വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇത് സിങ്ക്, കോൾഡ് ബോഡി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T2. ഇത് ഇങ്ങനെ ബ്ലോക്ക് വരയ്ക്കുക. എന്നിട്ട് ഹോട്ട് ബോഡിയിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് Q1, ഇങ്ങനെ ആരോ ശ്രദ്ധിക്കണം. Q2 സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ്. എങ്കിൽ ഇത്രയും വലിച്ചെടുത്തു, ഇത്രയും സിങ്കിലേക്ക് കളഞ്ഞു, എങ്കിൽ വർക്കായിട്ട് മാറിയത് Q1 - Q2. വർക്ക് ഔട്ട്പുട്ട് ഓഫ് എൻജിൻ W = Q1 - Q2. എഫിഷ്യൻസി ഈറ്റ ഈക്വൽസ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട് അല്ലെ ഹീറ്റ് അബ്സോർബ്ഡ്. ഇതാണ് എഫിഷ്യൻസിക്കുള്ള ഫോർമുല. ദറ്റ് ഈസ് വർക്ക് ഈസ് Q1 - Q2 ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് Q1. ഇപ്പോൾ Q1 - Q2 ബൈ Q1. അത് കാർനോട്ട് സൈക്കിളിന് T1 - T2 ബൈ T1 എന്ന് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് പടവും ഫോർമുല. Name the quantity that remains constant of the source and sink of Carnot heat engine. കാർനോട്ട് ഹീറ്റ് എൻജിൻ്റെ ഏത് ക്വാണ്ടിറ്റിയാണ് സോഴ്സിനും സിങ്കിനും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഇതാണ് ചോദ്യം. നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ എന്ന് പറഞ്ഞാൽ Q1 - Q2 ബൈ Q1 എന്ന് പറഞ്ഞാൽ 1 - Q2 ബൈ Q1. അറ്റ് ദി സെയിം ടൈം ദിസ് ഈസ് ഈക്വൽ ടു 1 - T2 ബൈ T1. ഇത് ഏത് ഹീറ്റ് എൻജിനും അപ്ലൈ ആവുന്നതാണ്. ഇത് കാർനോട്ട് എൻജിന് മാത്രമുള്ള ഫോർമുലയാണ്. ശ്രദ്ധിച്ചോണം. ഇത് ഇവിടെ നിന്ന് 1 അങ്ങ് ക്യാൻസൽ ചെയ്യുമല്ലോ. പോയിട്ട് നമുക്ക് ഇവിടുന്ന് Q2 ബൈ Q1 ഈക്വൽസ് T2 ബൈ T1, ഓർ Q1 ബൈ T1 ഈക്വൽസ് Q2 ബൈ T2. ഇതിനെ കാർനോട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് സോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് Q1/T1, ഇത് സിങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് U2/T2. ഇത് രണ്ടിനും സെയിം എന്നല്ലേ കിട്ടിയേ. അപ്പോൾ എന്താണ് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചത് റേഷ്യോ heat by temperature, that remains constant for the source and sink. അതിനെ എൻട്രോപ്പി എന്നൊക്കെ പറയുന്നത്. നമുക്കിപ്പോൾ ആ പേരൊന്നും പറയേണ്ട, അറിഞ്ഞുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇപ്പോൾ എന്താണ് കോൺസ്റ്റൻ്റായിട്ട് കാർനോട്ട് എഞ്ചിനിൽ സോഴ്സിൻ്റെ സിങ്കിൻ്റെ ഏത് ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ സോഴ്സ് അബ്സോർബ് ചെയ്ത ഹീറ്റ് ബൈ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ. അത് തന്നെയാണ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ദി സിങ്ക് to the sink by temperature of the sink. ഇപ്പോൾ ഹീറ്റ് ബൈ ടെമ്പറേച്ചർ റേഷ്യോ സോഴ്സിനും സിങ്കിനും ഈക്വലാണ്. അതാണ് അവിടെ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പറയുക ഈ സെക്ഷനിലെ അല്ല, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വിട്ടുപോയതാണ്. അല്ലേ 135. A pump of 75% efficiency rated at 500 kilowatt is used to discharge 1000 liters of water per minute to a field. What is the velocity of discharge? ഒരു പമ്പ് ഉപയോഗിച്ച് കണ്ടത്തിലോട്ട് വയലിലേക്ക് വെള്ളം അടിച്ച് വിടുന്നു. ലെവൽ ഡിഫറൻസ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വേണ്ട, ഇവിടെ കൈനറ്റിക് എനർജിയാണ് ഫോമിലാണ് വർക്ക് ചെയ്യേണ്ടത് പമ്പ്. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ എഫിഷ്യൻസി ഓഫ് എ സിസ്റ്റം ഈസ് മെഷീൻ ഈസ് യൂസ്ഫുൾ പവർ ബൈ ആക്ച്വൽ പവർ. Therefore useful power equals actual power into efficiency into eta. ആക്ച്വൽ പവറാണ് ഈ 500 തന്നിരിക്കുന്നത്. റേറ്റഡ് അറ്റ് 500 കിലോവാട്ട് കമ്പനിക്കാരൻ അടിച്ചു വിട്ടിരിക്കുന്നത്. അതതിൻ്റെ ആക്ച്വൽ പവർ 500 കിലോവാട്ടാണ്. അപ്പോൾ 500 × 10⁻³ വാട്ടാകുമ്പോൾ ഇൻറ്റു എഫിഷ്യൻസി ഈസ് 75%. അപ്പോൾ 75/100, that is 375 × 10⁻³ വാട്ട്സ്. ഇതാണ് യൂസ്ഫുൾ പവർ, നമുക്ക് ഉപകാരപ്രദമായിട്ട് കിട്ടുന്ന വർക്കതാണ്. അതായി കൈനറ്റിക് എനർജിയായിട്ട് മാറുന്നത്. അപ്പോൾ എം എത്ര വെള്ളം പമ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. എം ഈസ് 1000 ലിറ്റർ പെർ മിനിറ്റ് എന്നാണ്. 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ മാസ് 1 കിലോഗ്രാമാണ്. Mass of 1 liter of water is 1 kilogram. But 1000 liter of water means mass is 1000 kilogram. അപ്പോൾ M equals 1000 kilogram. 1000 × 1 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1000 × 1, 1 ലിറ്ററിന് 1 കിലോഗ്രാം പാര. അപ്പോൾ 1000 ലിറ്ററിന് 1000 × 1, that is 1000 kilogram. T പെർ മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈം 60 സെക്കൻഡ്സ്. എങ്കിൽ വർക്ക് ഈക്വൽസ് പവർ ഇൻറ്റു ടൈം. പവർ ഇൻറ്റു ടൈം. പക്ഷേ വർക്കെന്ന് പറഞ്ഞാൽ ½ ഇവിടെ. ചുരുക്കത്തിൽ V² ഈക്വൽസ് 2 × PT/m. 2 PT/m. That's all. That is 2 × P. 375 എന്ന് കിട്ടിയിട്ടുണ്ടോ യൂസ്ഫുൾ പവർ. 375 × 10⁻³ ഇൻറ്റു 60 PT ടൈം ബൈ m. m is 1000 kilogram. So answer is this much. എങ്കിൽ V അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 212. ഇത് V². അപ്പോൾ V ഈസ് റൂട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ 212 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. 212 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ഈറ്റ ഈസ് യൂസ്ഫുൾ പവർ ബൈ ആക്ച്വൽ പവർ. ഇത് മറക്കരുത്. അവിടെ നിന്ന് ഇവിടുത്തെ യൂസ്ഫുൾ പവർ കണ്ടുപിടിക്കുക. ആക്ച്വൽ പവർ തന്നിട്ടുണ്ട്.
പക്ഷേ ഇവിടെ പവർ ഇൻറ്റു ടി വർക്ക് ഈക്വൽസ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ഈക്വൽസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓർ കൈനറ്റിക് എനർജി ക്രിയേറ്റഡ് ഹാഫ് എം വി സ്ക്വയർ. അവിടെ നിന്ന് വി സോൾവ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.